ഇന്നിപ്പോ എന്താ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം, എന്താ സംഭവം പറയൂ. AP വിഭാഗം സമസ്തയുടെ ആ ഏറ്റവും വലിയ പരാജയം നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. ഏ അവരെന്താണോ ഇവിടെ ഉദ്ദേശിച്ചത് ആ അതെല്ലാം തകർന്നടിയുന്നതിന്റെ നേർചിത്രങ്ങൾ. പാവം കേട്ടോ. 1989 ഉം. മഹാനായ ശംസുൽ ഉലമ EK ഉസ്താദുമായി ആ പ്രശ്നങ്ങളുണ്ടാക്കി. ആ സ്വന്തം ഉസ്താദായ EK ഉസ്താദും ആ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദുമൊക്കെ ആ നേതൃത്വം നൽകുന്ന ഒറിജിനൽ സമസ്തയിൽ നിന്ന് തെറ്റിപ്പോന്ന് ഉം. അവർക്ക് സുന്നി പോരാ എന്ന് ആരോപണം ഉന്നയിച്ച് കടന്നു വന്ന ആളുകൾ ആ ശംസുൽ ഉലമ EK ഉസ്താദിന്റെ കുരുത്തക്കേട് സംഭവിച്ച് ഉം. ഓരോ ദിവസവും അധപ്പതനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സുഹൃത്തുക്കളെ, എന്തൊക്കെയാണ് ഇവന് തലക്ക് വലിവില്ലാതെ ഓരോന്ന് വിളിച്ചു പറയുന്നത്? AP വിഭാഗം സമസ്ത തകർച്ചയുടെ വക്കിലാണ്, പരാജയത്തിലാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സുന്നി പോരാ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു പോയ ആളുകളാണ് എന്നാണ് ഇപ്പം പറയുന്നത്. അപ്പം ഞാൻ അതിലേക്കൊന്നും കൂടുതലായിട്ടൊന്നും വരുന്നില്ല. ചെറിയൊരു ഉദാഹരണം മാത്രം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയും. എനിക്ക് പറയാനുള്ളത് ഇവനെ കുറിച്ചാണ്. ഇവന് ഇപ്പോൾ പുതിയ കുറെ തോപകളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളൊക്കെ കേട്ടതാണ്. ഇബ്ലീസിനെ തോപ ചെയ്യാൻ കൊടുന്നു, അതുപോലെ തന്നെ വേറെ ചെങ്ങായിനെ തോപ ചെയ്യാൻ വേണ്ടി കൊടുന്നു. ആ ചെങ്ങായിനെ ന്യായീകരിക്കാൻ വേണ്ടി വന്ന, പക്ഷെ ഓന തോപ നടത്തിയതിനെ കുറിച്ചിട്ട് ഇവന്റെ പുതിയ ന്യായീകരണത്തിൽ മുണ്ടിയിട്ടില്ല. ഓന് പലതും ഒളിപ്പിച്ചിട്ടുണ്ട് ഇവന്റെ ഈ പ്രസംഗത്തിൽ. അതിലേക്ക് ഞാൻ മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാത്തിനും കൂടി നേരമില്ല. മറ്റൊരു വീഡിയോയിൽ ഞാൻ ശരിക്കും തുറന്നു കാണിക്കുന്നതിന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഇവൻ ഈ പറഞ്ഞ ഫസ്റ്റ് വിഷയം ഉണ്ടല്ലോ, അതിൽ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് EK വിഭാഗം സമസ്തയിൽ വലിയ തർക്കം നടന്നല്ലോ. അതിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? അത് മാത്രം നമ്മളൊന്ന് മനസ്സിലാക്കുക. ഒരു വിഭാഗം സ്ട്രോങ് ആയിട്ട് സുന്നി പറച്ചിൽ തുടങ്ങി എന്നുള്ളതായിരുന്നു. അത് മാത്രമാണ് അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം. അത് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വരവോട് കൂടിയിട്ടാണ് സുന്നി പറച്ചിൽ കുറച്ച് സ്ട്രോങ് ആയത്. അപ്പോൾ അവരെ സുന്നി പറച്ചിൽ കുറഞ്ഞു, ആവേശം കുറഞ്ഞിരുന്നു. അതെന്ന് മുതലായിരുന്നു എന്ന് നമ്മൾ നോക്കിയാൽ മതി. 89 മുതൽ അല്ലേ? അപ്പോൾ അവരിപ്പോൾ ആവേശകരമായി സുന്നി പറച്ചിൽ തുടങ്ങിയപ്പോൾ ഈ സുന്നി പറയുന്ന AP വിഭാഗം സുന്നികളും അവരും വളരെയധികം ഐക്യപ്പെട്ടു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടത് അല്ലെ? അപ്പൊ അവരുടെ ഇടയിൽ ചെറിയ തർക്കങ്ങൾ വരാൻ എന്താ കാരണം? ഇപ്പോൾ നമുക്കറിയാലോ, ഒരു വിഭാഗത്തിന് അത്ര ഒന്നും സുന്നി പറയണ്ട എന്ന് പറഞ്ഞു. മുമ്പുണ്ടായ പ്രശ്നം അത് തന്നെയായിരുന്നു. അതാണ് പല ആൾക്കാരും പറഞ്ഞത് 89 സമാനമായിട്ടുള്ള തർക്കങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ കാരണം അതായിരുന്നു. അപ്പൊ നമുക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായില്ലേ എന്താ കാര്യം എന്നുള്ളത്. ഇനി ഇവൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. എന്താ പറഞ്ഞു നോക്കാലോ. സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മംഗലാപുരം പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞതുപോലെ നമുക്കൊരു പുതിയ വഴിയോ ത്വരീഖത്തോ ഹഖീഖത്തോ ഒന്നുമില്ല. പഴയ കാലത്ത് നമ്മുടെ ഇമാമിയങ്ങൾ പറഞ്ഞത്, ആ ഇമാമിയങ്ങൾക്ക് നിർദ്ദേശം കൊടുത്ത മശായിഖന്മാർ ഇവിടെ സ്ഥിരപ്പെടുത്തിയത്, നമ്മുടെ അയിമ്മത്ത് പഠിപ്പിച്ച കാര്യങ്ങൾ, നമ്മുടെ കേരളത്തിൽ തന്നെ മഹാനരായ വരക്കൽ മുല്ലക്കോയത്തങ്ങളും ഖുതുബി മുഹമ്മദ് മുസ്ലിയാരും റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമ EK ഉസ്താദ് അവറുകളും അവരെ പിന്തുടർന്ന് വന്ന ചെറുശ്ശേരി ഉസ്താദും ഇന്ന് ആ വഴിയിൽ നേതൃത്വം നൽകുന്ന ജിഫ്രി മുത്തുക്കോയത്തങ്ങളും ഒന്നിരായ സുലൈമാൻ ഉസ്താദും ഇങ്ങനെയുള്ള മശായിഖ് നിർദ്ദേശിച്ച വഴിയിൽ പോകുന്ന ഉലമാ, അതെല്ലാം കൂടി നമുക്ക് ഒറ്റ പേരിൽ ഒതുക്കിയാൽ ശംസുൽ ഉലമയുടെ മാർഗം എന്ന് പറയാം. ആ ശംസുൽ ഉലമ ഇവിടെ പഠിപ്പിച്ച ആദർശമാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ശരീഅത്തും നമ്മുടെ ഹഖീഖത്തും മഅരിഫത്തും ത്വരീഖത്തും എല്ലാം ശംസുൽ ഉലമ ഇവിടെ പഠിപ്പിച്ച വഴിയാണ്. ഇവിടെ ഓൻ പറഞ്ഞത് കേട്ടില്ലേ? ഇവിടെ ഇരു വിഭാഗം സുന്നികൾക്ക് ശംസുൽ ഉലമയിൽ എന്തുണ്ട്? മാതൃക ഉണ്ട്, അവിടുത്തെ പാരമ്പര്യം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം പറഞ്ഞു വരുന്നത്. പക്ഷെ ഇവർക്ക് അതിന് പുലബന്ധം പോലും ഇല്ല. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇവപ്പോൾ ഒരുപാട് പേര് ഇവിടെ പറഞ്ഞു. ഇതില് അവസാനമായിട്ട് പറഞ്ഞത് ജിഫ്രി മുത്തുക്കോയ തങ്ങള്, അതുപോലെ തന്നെ സുലൈമാൻ ഉസ്താദ്. ജിഫ്രി മുത്തുക്കോയ തങ്ങളെ EK സമസ്തയുടെ പ്രസിഡന്റാണ്, സുലൈമാൻ ഉസ്താദ് AP സമസ്തയുടെ പ്രസിഡന്റാണ്. അപ്പോ ഈ ശംസുൽ ഉലമയുടെ പാരമ്പര്യം അവകാശപ്പെടാൻ ഇരു സമസ്തകൾക്കും അർഹത ഉണ്ട് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, അവരുടെ അതേ പാതയിലാണ് ഇരു സമസ്തയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവനക്ക് എന്തെങ്കിലും ഇടപെടാനുള്ള കാര്യം? ഇവനെ AP സമസ്ത പിടിച്ച് പുറത്തിട്ടതാണ്. അതിനുശേഷം EK സമസ്ത സ്വീകരണം കൊടുത്ത് എടുത്തെങ്കിലും അവരും പിന്നെ അങ്ങോട്ട് അടുപ്പിച്ചില്ല, അവരും പുറത്താക്കി അല്ലെ? എന്നിട്ടിപ്പം ആ മഹാന്മാരെ, ഈ ഒരു സമസ്തയിലുള്ള മഹാന്മാരെ പേരും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. ഇവനക്ക് എന്ത് അർഹത അതുള്ളത്? ഞാൻ പൊളിച്ചടക്കി കൈ തരാൻ പോവാണ്. നോക്കൂ നിങ്ങൾ, ഇവന് മഹാനായിരിക്കുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കുറിച്ച് പറയുന്നത് കേൾക്കണം. ഇവൻ മാത്രമല്ല, ഇവന്റെ ശിങ്കടിയായിരിക്കുന്ന കുഞ്ഞായ്മതും അബ്ദുസമ്മദും പറയുന്നുണ്ട്. ഇവരും കൂടെ പറയുന്ന വീഡിയോ കണ്ടോളിങ്ങൾ. ചോദിച്ചോട്ടെ,
ഈ ഭീകരവാദികളെ കൂട്ടിയിട്ടാണോ ഇന്ത്യ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കം ഇരുന്നത്? ആരാണ് നിങ്ങൾക്കിതിന് പെർമിഷൻ തന്നത്? വരക്കൽ മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ച സമസ്തയിൽ ഇങ്ങനൊരാശയമുണ്ടോ? സയ്യിദുൽ ഉലമ പറഞ്ഞത് അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞ അതേ ആശയാണ്. എന്റെ വർത്തമാനം കേട്ടങ്ങള് അബ്ദുസലാം സുല്ലൈമി പറഞ്ഞ അതേ ആശയമാണ് ജിഫ്രി തങ്ങൾ പറഞ്ഞത്. ജമാഅത്തിന്റെ ആശയത്തിനെതിരാണ്, അത് ഹക്കായ ദീനിനെതിരാണ്. ഇത് ശംസുൽ ഉലമ പഠിപ്പിച്ച ആശയമല്ല. പിന്നെ തന്നെ പറഞ്ഞത്, പിന്നെ പറയുന്നു വളരെ കൃത്യമായി, ശൈത്താൻ ഞാൻ റസൂലുള്ളയാണെന്ന് പറഞ്ഞു വരും, എന്നോട് മനസ്സിലായോ? അപ്പോൾ നീ കാണുന്നത് ശൈത്താനായിരിക്കും. തങ്ങളെ അത് ഭീമാബദ്ധമാണ്, അത് തെറ്റാണ്, അത് സുന്നത്തി ജമാഅത്തിന്റെ ആശയത്തിനെതിരാണ്, ഇമാമിങ്ങൾ പഠിപ്പിച്ചതിനെതിരാണ്, നബി ഇമാം പഠിപ്പിച്ചതിനെതിരാണ്, മുഴുവൻ ഇമാമിങ്ങളും പഠിപ്പിച്ചതിനെതിരാണ്. ഇവൻ ആരെ പോയി ഉപദേശിക്കുന്നറിയോ? പണ്ഡിതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളെ. എന്തൊക്കെയാ ഇവൻ പറയുന്നത് നോക്കാണിങ്ങള്. ഇവന്റെ ഒരു ഉപദേശം തങ്ങൾ പപ്പാടായി പറയുന്നത്. ഇനി അടുത്ത ആൾ ഒന്നും കൂടി ഉണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ കാണുന്നത് അത് ഒന്നെങ്കിൽ സ്വഹാബിയാകണം, അല്ലെങ്കിൽ സിഫാത്ത് പഠിച്ച പണ്ഡിതന്മാരാകണം, അല്ലാത്തവരൊന്നും കാണുന്നത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് സമസ്ത പ്രസിഡന്റായാലും സംസ്ഥാന പ്രസിഡന്റായാലും ലോക പ്രസിഡന്റായാലും ആര് പറഞ്ഞാലും അത് ശരിയല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവർ ഈ രീതിയിൽ പ്രസംഗിക്കാനുള്ള കാര്യം എന്താ അറിയോ? ഇപ്പൊ നമ്മൾ AP ഒക്കെ ആണെങ്കിലും ഇരു സുന്നികളാണെങ്കിലും പറയുന്ന വിശ്വാസങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ ഒരേ അടിസ്ഥാനികാരം. ഇപ്പൊ പേരോട് ഉസ്താദ് ഒരു കാര്യം പറഞ്ഞാല്, ഇവർ മസല പറഞ്ഞാലും ഒരു വിഷയം പറഞ്ഞാലും അത് EK വിഭാഗം സമസ്തയിലെ പണ്ഡിതന്മാരും അതേ കാര്യങ്ങളായിരിക്കും പറയാം. ഇനി EK വിഭാഗം സമസ്തയിലെ പണ്ഡിതന്മാർ പറയുന്നത് മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റും. അവർ കിതാബ് പരമായിട്ട് നോക്കി അതിന്റെ ഓരോ കാര്യങ്ങളും പറയും, ഒരേ രീതിക്കാരം. അപ്പോ ഇവിടെ ഒരു വിഷയം പേരോട് ഉസ്താദ് പറഞ്ഞ ഒരു വിഷയം അതേ കാര്യം ജിഫ്രി മുത്തുക്കോയ തങ്ങളും പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ വിഷയം. അതിനാണ് ഈ ചെങ്ങായിമാർ ഇങ്ങനെ നെഞ്ഞത്ത് കയറുന്നത്. പേരോട് ഉസ്താദ് അതിൻ്റെതായിരിക്കുന്ന യഥാർത്ഥ കാര്യങ്ങൾ പറഞ്ഞു, അതേ വിഷയം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. അപ്പൊ അതില് ഇവർ ആദ്യം പേരോട് ഉസ്താദിനെ ഖണ്ഡിച്ചു വന്നു. അപ്പോ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വിഷയം തങ്ങളുടെ പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ അതിനെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ എതിരെ ഇവർ വന്നതാണ്. നോക്കാൻ നിങ്ങൾ ഇവരവസ്ഥ. ഇവരാണോ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അതേ പാതയിലാണ് ഞങ്ങളെന്ന് പറയുന്നത്? ഇനി ഇത് മാത്രമല്ല, നൗഷാദ് പറഞ്ഞ മറ്റൊരു പേരാണ് അതിൽ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, അല്ലെ ചെറുശ്ശേരി ഉസ്താദ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ചെറുശ്ശേരി ഉസ്താദിന്റെ ഒരു പ്രസംഗത്തിൽ നിന്നുള്ളൊരു ഭാഗം ഞാൻ കേൾപ്പിക്കാം. അത് മറ്റൊരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ്, അത് കേൾക്കാം. CM എന്ന് പറഞ്ഞത് ഒരു മജിദൂബായ ഒലീജ, ഒരു മജിദൂബായ ഒലീജ. മൂപ്പര് ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കണേ നമ്മൾ കാണൂല, നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടു. മജിദൂബ് ജദുബിന്റെ ഹാലിലെത്തിയ വലിയൊരു മഹാനാണ് അദ്ദേഹം. അപ്പോൾ മഹാനായ CM റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. ജദുബിന്റെ ഹാലിലെത്തിയിരുന്ന മഹാനവറുകളായിരുന്നു എന്നുള്ളത്. ഈ കാര്യം നൗഷാദ് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ഈ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞത് ജദുബിന്റെ ഹാലിന്റെ CM എത്തിയിരുന്നു എന്നുള്ള നൗഷാദ് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? എന്നിട്ട് ഒരിക്കലും ഇനി അംഗീകരിക്കുന്നില്ലല്ലോ. എന്നിട്ട് അന്ന് ഇനിയാണോ ഈ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ആ റൂട്ടിലാണെന്ന് പറയുന്നത്? ഇനി അത് മാത്രമല്ല, ഇവനെ പ്രസംഗിക്കുന്ന മറ്റൊരു ഭാഗം ഞങ്ങൾ കേൾപ്പിച്ചു തരാം. നമ്മൾ പറഞ്ഞു കിതാബൊന്നും കാണിച്ച് തൽക്കാലം ഞങ്ങളെ ഭയപ്പെടുത്തണ്ട. ഞങ്ങൾ ആദ്യകാലത്ത് ഓതിയ കിതാബൊക്കെയും പിന്നീട് ഷെയ്ഖുനയിൽ നിന്ന് രണ്ടാമത് ഓതിയതാ, ഹദീസ് അടക്കം. ആ കാരണം അങ്ങനെ നിങ്ങളെ കൂടെ കാലത്ര നിങ്ങൾ എണ്ണി നോക്കി. നിങ്ങൾ പറയുന്നില്ല ഉസ്താദ് നിങ്ങളെ കൂടെ ഓതിയ കാലത്തിലാണോ? ഞാൻ ഇയാസുനിൽ ഓതിയ കാലം 5 കൊല്ലാണ്. ഷെയ്ഖുനാന്റെ അടുത്ത് എത്തിയിട്ട് കാലത്രായി 2013 മുതൽ നമ്മളുണ്ടല്ലോ. നിങ്ങളെ കൂടെ ഇരിക്കുന്ന സബക്കിന് മാത്രം ഷെയ്ഖുനാന്റെ കൂടെ കിട്ടുമ്പോൾ അതിന് രാവും പകലും വ്യത്യാസമില്ലാതെ ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. നിങ്ങളാ പഠിപ്പിച്ച് തന്നതൊക്കെ എണ്ണുകയാണെങ്കിൽ മന്ദിക്കും അങ്ങനത്തെ കൂടെ കോട് അതൊക്കെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഓതിയത് എടുത്ത് നോക്കി 6 മാസം പോലും ഉണ്ടാവില്ല. നിങ്ങൾ ഉസ്താദ് എന്ന് പറയുന്നുണ്ടല്ലോ. ഞങ്ങളെ മശായിഖന്മാരെക്കാൾ വലിയൊരു ഉസ്താദൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങളത് ഓതിയത് നിങ്ങളോട് പറഞ്ഞേ. ഹാലി വിവാദം ചെമ്മാട് വന്നപ്പോൾ തൊഫ എടുത്ത് ഞങ്ങൾ പോയത്. കാരണം ആ തൊഫ, ആ ഭാഗം ഞങ്ങൾ ഷെയ്ഖുനയിൽ നിന്ന് ഓതിയതായിരുന്നു. ജബുൽ ജമാമി കൊണ്ടുവരിങ്ങൾ, ഷറുൽ അഖായിദ് കൊണ്ടുവരിങ്ങൾ, അതിന്റെ ഹാഷ് എടുക്കുങ്ങൾ, കിതാബ് കൊണ്ടൊന്ന് കളിച്ചു നോക്കുക. ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളെ മശായിഖന്മാർ അവരെ ഇഷ്ടം പോലെ ജീവിക്കും. അവരെ ചോദ്യം ചെയ്യാൻ ഒരു കിതാബുമായി വരാൻ പറ്റിയ ഒരു ആൺകുട്ടിയും AP സമസ്തയിലില്ല. ഉണ്ടെങ്കിൽ കൊണ്ടുവരികൾ. സൈമാൻ ഉസ്താദിന്റെ പാതിയിലാണെന്ന് പറഞ്ഞ അതേ വ്യക്തി ഇപ്പോൾ ഇവിടെ പറഞ്ഞെന്താണ് നമ്മൾ കേട്ടു. എന്താ പറഞ്ഞത്? ഉസ്താദിനും വലുതാണ് ആര്? എനിക്ക് വേണ്ട മശായിഖ്. നോക്കി നിങ്ങൾ, ഉസ്താദിന്റെ അടുത്ത് ഞാൻ വളരെ കുറച്ചുള്ളൂ. അവിടുന്ന് ഓതിയ കിതാബും അതുപോലെ തന്നെ ഹദീസൊക്കെ ഞാൻ വേറെ ഓതിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇവൻ പറഞ്ഞ രീതിയിലാണ് ഈ അഹ്സനി എന്നുള്ള ബിരുദം എനിക്ക് യോജിക്കൂല. ഇവനക്ക് വട്ടൂരി ബിരുദമാണ് എനിക്ക് കൊടുക്കേണ്ടത്. ഇബ്ലീസ് ത്വരീഖത്ത് എന്റെ വട്ടൂരി ബിരുദം, അതാണ് എനിക്ക് ഏറ്റവും യോജ്യമായിട്ടുള്ള ബിരുദം.
അർസനിയല്ല. നോക്കി നിങ്ങൾ അതൊക്കെ ഓൻ ഒഴിവാക്കിയിട്ടുണ്ട്. അർസനി അവിടുന്ന് പഠിച്ചതൊക്കെ. അപ്പൊ ഉസ്താദിനും വലിയ ആളാണ് അവൻകാര് മഷായിക്ക്. അത് അവൻ തന്നെ നീ പറയുന്നത്. എന്നിട്ട് ഇപ്പം പറയാണ് ഞാൻ ആ പാതയിലാണ്. നോക്കണം നിങ്ങൾ വല്ലാത്ത അതില്ലേ. ഇനി ഇവിടെ കുറച്ചും കൂടി കാര്യം എനിക്ക് പറയണ്ട്. ഇവിടെ വലിയ വർണ്ണിച്ചിപ്പോ ഇങ്ങനെ പറയല്ലോ അല്ലെ, ശംസുൽ ഉലമയെ. ഇതിലിപ്പോ ശംസുൽ ഉലമന്റെ പാതയാണെന്ന് പറഞ്ഞല്ലോ മോനെ. ആ ശംസുൽ ഉലമ ആട്ടിയൊരു വ്യക്തിയാണ് മീനങ്ങാടി സുലൈമാൻ. അറിയങ്ങൾക്ക്. അതേപോലെ തന്നെ മടവൂര് CM ഒക്കെ ഈ ചെങ്ങായിനെ ആട്ടിയതാണ്. നിങ്ങൾക്ക് കേൾക്കണത് അപ്പം വലിയ അത് പറയണമെന്ന് മടവൂരിനെ പറയും, അതുപോലെ തന്നെ ശംസുൽ ഉലമനെ പറയും. ഇവര് ആട്ടിയ ഒരു വ്യക്തിനായിട്ടാണ് ഇപ്പം വലിയ ബന്ധമുള്ളത്, മീനങ്ങാടി സുലൈമാനായിട്ട്. ഇത് തെളിവ് സഹിതമാണ് ഞാൻ ഈ പറയുന്നത്. നോക്കി നിങ്ങൾ. ഇവിടെ കുട്ടിയസൻ ദാരിമി എന്ന് പറയുന്ന AK വിഭാഗം സമസ്തയിലെ ഇപ്പോൾ സുഹാബികൾക്കൊപ്പമുള്ള ഒരു നേതാവുണ്ട്. അയാൾ പറയുന്ന ഒരു ഭാഗം ഞാൻ കേൾപ്പിക്കാം. പലപ്പോഴും കേൾപ്പിച്ചാണത്. എന്ന് നമുക്ക് പഠിപ്പിച്ചെന്നു ശംസുൽ ഉലമയാണ്. വയനാട്ടിൽ ഒരു ഔലിയ ആരായ കൽപ്പറ്റ സുഫിയാജിന്റെ വീട്ടിൽ അവിടെ പ്രോഗ്രാമിന് ശംസുൽ ഉലമ ചെന്നപ്പോൾ അവിടെ സുഫിയാജി പറഞ്ഞു ഇവിടെ ഒരു ഔലിയ ഇരിക്കുന്നുണ്ട് അപ്പുറത്തെ റൂമിൽ. എത്ര ദിവസമായി വന്നിട്ട് ഒരാഴ്ചയായി. അവനെ കണ്ടി വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ തന്നെ സുഫിയാജി വെക്കാൻ തുടങ്ങി. ഔലിയന് അവനെ വിളിക്കുക. ആരെ വിളിക്കുക? മോനോട് ഇവിടെ വരാൻ പറയുന്നു. അവന് ശംസുൽ ഉലമ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പച്ചപ്പൊതുപ്പെട്ടിട്ട് ആ ഔലിയായി ചമഞ്ഞു നിൽക്കുന്ന വ്യക്തി മീനങ്ങാടി സുലൈമാൻ ഔലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന കള്ള ഔലിയയാണ്. ശൈഖുനായുടെ റൂമിലേക്ക് മീനങ്ങാടി സുലൈമാൻ വന്നപ്പോൾ ശൈഖുനാ ശംസുൽ ഉലമ ചോദിച്ചു, എന്താണ് ചോദ്യം? എടാ നീ അസർ നിസ്കരിച്ചിട്ടുണ്ടോ? ഇവനാകെ ശംസുൽ ഉലമയുടെ സിംഹഗർജനമാണ്. താടി ബർപ്പിച്ചുകൊണ്ടുള്ള ചോദ്യം കേട്ടപ്പോൾ സുലൈമാൻ ഔലിയ തളർന്നുപോയി. സുഫിയാജിയോട് ശംസുൽ ഉലമ അടിച്ചിറക്കൂ അവനെ. മറിയദാലാന്റെ കൂട്ടിൽ പോയി നടക്കുന്ന കള്ള ഔലിയ ചമഞ്ഞവനാണ്, അടിച്ചിറക്കൂ അവനെ. ഈ നൗഷാദ് അംഗീകരിക്കുന്ന ഈ കള്ള ഷെയ്ഖാണ്, കള്ള ഔലിയാണ് ഈ മീനങ്ങാടി സുലൈമാൻ. ഞാൻ മീനങ്ങാടി സുലൈമാന് ഈ മടവൂർ ഷെയ്ഖിന്റെ അവിടുന്ന് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ അനുഭവം പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു, ഒരു പ്രായമായിട്ടുള്ള ഒരാളാണ്. അപ്പൊ അയാള് ഒരു വീഡിയോയില് അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം നേരിട്ട് കണ്ടൊരു കാഴ്ച പറഞ്ഞിരുന്നു. അത് പറഞ്ഞ വീഡിയോ പുറത്തു വന്ന അന്ന് തന്നെ ഈ കുരുവട്ടൂരികൾ അദ്ദേഹത്തെ പോയിട്ട് ഭീഷണിപ്പെടുത്തി. ഈ മീനങ്ങാടിയുടെ ആൾക്കാർ അദ്ദേഹത്തെ പോയിട്ട്, അഥവാ കുരുവട്ടൂരികൾ തന്നെ അദ്ദേഹത്തെ പോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അത് മാറ്റി പറയിച്ചോ സാധുവിനെ കൊണ്ട്. നോക്കണം. എന്നിട്ട് അദ്ദേഹം വളരെ പേടിച്ച്, കാരണം മുഖം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, പേടിച്ചുകൊണ്ട് മാപ്പ് പറയുന്നത് പോലെ അദ്ദേഹം പറയുന്നുണ്ട്. ആ പറയുന്നതിലെ ഒരു ഭാഗം ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. അദ്ദേഹത്തിന്റെ മുഖം ഞാൻ അവിടെ ശരിക്കും കാണിക്കുന്നില്ല, കാരണം അദ്ദേഹത്തെ ഇനിയും പോയി ഏറ്റവും പേര് ദ്രോഹിക്കുമെന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ കാണിക്കുന്നത്. കുഴപ്പമായിട്ട് 18-19 വയസ്സിൽ CMO തന്നെ അന്ന് അടവായപ്പോൾ ഞാൻ എന്ത് പണിയത്, CMO ഇല്ലാത്ത വേദിയിൽ സക്കാത്ത് വീട്ടിൽ മിലിറ്ററി ഭാവുണ്ട് അതിന് പോയപ്പോൾ. അപ്പം എൻ്റെ ഒപ്പമുള്ള ആൾ പറഞ്ഞതാണ്, എനിക്കറിയില്ല, മീനങ്ങാടിനെ അറിയില്ല, ഒന്നും അറിയില്ല. അന്ന് മൂല്യാരമായിട്ടൊരു ജുബട്ട ആളെ കാട്ടുന്നത് അതാണെന്ന് അയാൾ പറഞ്ഞ വിവരത്തിന് പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞത് അതല്ല, അതിന് നിങ്ങൾ ആരും വഞ്ചിതരാകണ്ട, അത് ഞാൻ തെറ്റ് വന്ന് ഞാൻ നിങ്ങൾ മാഫ് പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പൊ അങ്ങനെ തെറ്റ് പറയുന്നു, മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞാൽ പാപത്തിന് കൊണ്ട് ഇവരെന്നെ വീഡിയോ എടുത്ത് പുറത്ത് വീഡിയോ ഇട്ടതാണിത്. അത് അയാളെ ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല, അത് അയാളെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് വീഡിയോയിൽ ഇവരെന്നെ പുറത്തു വിട്ടതായിരുന്നു അതൊക്കെ. ഇനി അത് മാത്രമല്ല, ഇവരുടെ കുറെ നാറ്റ കേസ് വേറെയുണ്ട്. വേറെ ഒരു ചങ്ങായി ഉണ്ട്, ഇവരെ ഒപ്പം നൗഷാദിനൊപ്പം കുരുവട്ടൂരുണ്ടായിരുന്ന ചങ്ങായി. ആ ചങ്ങായി ഇപ്പൊ ജയിലിലാണ് അല്ലെ. അവനെ കുറിച്ച് ഞാൻ മുന്നൊക്കെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ സ്വഭാവങ്ങളും ലക്ഷണങ്ങളൊക്കെ നമ്മൾക്ക് നോക്കി നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഈ മഹാന്മാരായിട്ടൊന്നും കുലബന്ധം പോലും ഇവരാരും ഇല്ല. കാരണം ഇവരായിട്ട് ബന്ധമുള്ള ആൾക്കാർ ഈ ആദ്യം മീനങ്ങാടി, ഇതാര് കോമാടി, അതേപോലെ തന്നെയുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ഈ പഠിത്തങ്ങളുടെ ഒരു ലെവലിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ഈ മുസ്തഫ CH മുസ്തഫ തന്നെ അദ്ദേഹത്തിന്റെ ആ വീഡിയോയിലുള്ള അഭിമുഖത്തിൽ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോടൊക്കെ വളരെ ബന്ധമുള്ള ഒരു വ്യക്തിയാണിത്. അദ്ദേഹത്തിന്റെ ആദർശത്തോടും ആശയത്തോടൊക്കെ നൗഷാദ് അന്ന് അതിനെ ഗണ്ണിക്കുന്നുണ്ട് നൗഷാദ്. പക്ഷെ അതിലേക്ക് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം. കുറച്ച് കൂടുതലായിട്ട് തന്നെ അതിനെക്കുറിച്ചൊന്ന് പഠിക്കേണ്ടതുണ്ട്. മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിരവധി ഇത്തരം വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യുന്നത് സാധാരണക്കാരായിരിക്കുന്ന ആളുകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് സാധാരണ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ നമ്മൾ വരുന്നുണ്ട്, അതൊക്കെ നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, സഹകരിക്കുക. പിന്നെ ഒപ്പം തന്നെ പ്രധാനമായിട്ട് വേണ്ടത് നിങ്ങളെ പ്രാർത്ഥന അത്യാവശ്യമായിട്ടോ. കാരണം പല ആദി ഭീഷണികളൊക്കെ വീഡിയോ ചെയ്യുന്ന പല ആൾക്കാർക്കെതിരെയും ഉണ്ട്. അത് കൂടുതലായിട്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ പല ആൾക്കെതിരെയും പല വിഷയങ്ങളുണ്ട്, പല രീതിയിലും. അപ്പൊ അതുകൊണ്ട് ഒതുക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അപ്പൊ എന്തായാലും പഠിച്ചോണ്ട് തൗഫീഖ് കൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും നമ്മൾ കുടുങ്ങാതിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരും വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവരൊക്കെ ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ഈ കുരുവട്ടൂരികൾക്കെതിരെ രംഗത്തിറക്കിയ ആൾക്കാർക്കൊക്കെ. കാരണം അവന്മാര് ഏതൊക്കെ നിലയിൽ കൊടുക്കാൻ പറ്റും ആ രീതിയിലൊക്കെ കൊടുക്കാനുള്ള പല ശ്രമം നടത്തുന്നുണ്ട്.
ഇവരെ പൊളിച്ചെടുക്കുന്ന കൂടുതൽ വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരും ഇൻഷാ അല്ലാ.